ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളികളുടെ മനം കവർന്ന സലീം കുമാർ വിടവാങ്ങിയിരിക്കുന്നു. പറവൂരിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങി സിനിമയുടെ നെറുകയിലെത്തിയ ആ അതുല്യ കലാകാരന്റെ ജീവിത വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ജനിച്ച് സലീം കുമാറിന്റെ ഉള്ളിൽ പണ്ടേ കലയുണ്ടായിരുന്നു. കലാലയ പഠനകാലത്ത് നാടകങ്ങളിലും സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്നു അദ്ദേഹം. 90കളുടെ തുടക്കത്തിൽ മിമിക്രി എന്ന കലാരൂപത്തെ നെഞ്ചേറ്റി. അക്കാലത്തെ പ്രശസ്തമായ കൊച്ചിൻ കലാഭവനിൽ എത്തിയതോടെ സലീം കുമാർ എന്ന പേര് കേരളം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. ശബ്ദാനുകരണത്തിലൂടെയും തൻ്റേതായ ഹാസ്യശൈലിയിലൂടെയും അദ്ദേഹം ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചു. മിമിക്രി വേദികളിൽ തിളങ്ങി നിന്ന ആ കാലത്താണ് അദ്ദേഹം സിനിമയുടെ വാതിലുകൾ മുട്ടുന്നത്. തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിൽ എത്തിയെങ്കിലും തൻ്റെ തനതായ ശൈലി കൊണ്ട് അദ്ദേഹം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. സിനിമയുടെ തിരക്കുകൾക്കിടയിലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തെ തേടിയെത്തിയത്. സുനിതയെ ജീവിതസഖിയാക്കിയ അദ്ദേഹം ചന്തു, ആരോമൽ എന്നീ 2 മക്കൾക്കൊപ്പം വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. തിരക്കേറിയ സിനിമാ ജീവിതത്തിനിടയിലും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഹാസ്യനടനായി അറിയപ്പെട്ട സലീം കുമാർ താൻ വെറും കോമഡി താരം മാത്രമല്ലെന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെളിയിച്ചു. കഥാവശേഷൻ, അച്ഛനുറങ്ങാത്ത വീട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ അഭിനയ തികവ് തെളിയിച്ചു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിലെ അബു എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തെ തേടി ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ എത്തിയത്. അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തെ തേടിയെത്തി. ഒരു കോമഡി നടൻ എങ്ങനെ മികച്ച സ്വഭാവ നടനാകാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അദ്ദേഹം. ചിരിയുടെ തമ്പുരാനായിരുന്നപ്പോഴും ഗൗരവമുള്ള കഥാപാത്രങ്ങളിൽ നമ്മെ അത്ഭുതപ്പെടുത്തിയപ്പോഴും അദ്ദേഹം കാത്തുസൂക്ഷിച്ച ആ വിനയം ഒന്നു വേറെ തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ചികിത്സയിലായിരുന്നെങ്കിലും ആ അസുഖം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ വല്ലാതെ തളർത്തിയിരുന്നു. ഒടുവിൽ ആ വേദനകൾക്കെല്ലാം വിട നൽകി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ് ആ വിയോഗം. അദ്ദേഹം ജീവിച്ച കഥാപാത്രങ്ങളിലൂടെ, നമ്മളിലൂടെ അദ്ദേഹം എന്നും ജീവിക്കും. സലീം കുമാറിന്റെ ജീവിതത്തിൽ നിന്നും അഭിനയത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നത്? താഴെ കമന്റ്